എൻ്റെ കൂടെയുള്ളവർ, എൻ്റെ സാഹചര്യങ്ങൾ എന്തും ആയിക്കോട്ടെ, പരിശുദ്ധാത്മാവ് എന്നിലുണ്ടെങ്കിൽ അവിടെ എനിക്ക് ഈ ചെളിയിൽ നിൽക്കണ താമരപ്പൂ പോലെ നിൽക്കാൻ പറ്റും, ജീവിക്കാൻ പറ്റും. അത് ഉറപ്പാണ്, 100% ഉറപ്പാണ്. ഞാൻ എഴുതി വെച്ച് തരാം. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ ഏത് തിന്മയുടെ മേഖലയിൽ പോയാലും അവൻ അവിടുന്ന് സക്കറിയ 2:5 വചനത്തിൻ്റെ അഭിഷേകത്താൽ സംരക്ഷിച്ച് പൊക്കി നിർത്തും ദൈവം. ഞാൻ അതിൻ്റെ ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും, ഞാൻ അതിൻ്റെ മധ്യത്തിൽ മഹത്വമായിരിക്കും. ആ വചനത്തിൻ്റെ അഭിഷേകം ആ വ്യക്തിയിലൂടെ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. എവിടെയും തൊടാതെ അവരവരുടെ കാര്യം നടത്തി പോരും. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ശക്തി. നമ്മൾക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപയുടെ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ശക്തി നമ്മളത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇത്രയ്ക്കും ലാഘവ ബുദ്ധിയോടുകൂടി ഇങ്ങനെ ജീവിക്കണത്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ട് ജ്വലിപ്പിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങാത്തത്. ഈ കഷ്ടപ്പെടുന്നതിൻ്റെ 1 മണിക്കൂർ ഇരുന്ന് പഠിക്കുന്ന കുട്ടിക്ക് 10 മിനിറ്റ് പഠിച്ചാൽ ആ പഠനത്തിൽ മുഴുവൻ വിജയം നേടാൻ പറ്റും. അതാ പരിശുദ്ധാത്മാവിൻ്റെ പവർ. എൻ്റെ വീട്ടിൽ ഒരു സ്വസ്ഥതയില്ലാത്ത സാഹചര്യം, അല്ലെങ്കിൽ കലഹത്തിൻ്റെ അരൂപിയ, ഭിന്നതയുടെ അരൂപിയാണെങ്കിൽ എന്നിൽ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ ആ അരൂപി അവിടെ സൈലൻ്റ് ആക്കത്തക്ക വിധത്തിൽ പരിശുദ്ധാത്മാ ഫലം എന്നിൽ പ്രവർത്തിക്കും. ആ കുടുംബത്തിൽ സമാധാനം വരും. അതാ പരിശുദ്ധാത്മാവിൻ്റെ പവർ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒന്ന് ശരിക്കും അനുഭവിക്കുക പരിശുദ്ധാത്മാവിൻ്റെ പവർ. ഇത്രയ്ക്കൊന്നും കഷ്ടപ്പെടണ്ട ഈ ലോകത്തിൽ ജീവിക്കാൻ, ഇത്രയ്ക്കൊന്നും ഓടി നടക്കണ്ട ഈ ലോകത്തിൽ ജീവിക്കാൻ. ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അതുമാത്രം മതി. നമുക്ക് ആരുടെ സഹായം ആവശ്യമുണ്ടാവില്ല. വചനത്തിൽ പറയുന്നത് പോലെ ഇതാണ് വഴി, ഇതിലേ പോകൂ എന്ന് നമ്മുടെ ഉള്ളിലിരുന്ന് പറയും പരിശുദ്ധാത്മാവ്. ഇത് നിനക്ക് കേൾക്കണമെങ്കിലേ നീ ലോകം, പിശാച്, ശരീരം, ഈ 3 ശത്രുക്കളെ ജയിച്ചിട്ടുണ്ടാവണം. എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, നിങ്ങളൊന്ന് പരിശ്രമിച്ചു നോക്ക്, സാധിക്കുമെന്നറിയാം. രോഗത്തിൻ്റെ, സഹനത്തിൻ്റെ ഏത് മേഖലയിലും പുഞ്ചിരി തൂകി നിൽക്കാൻ ഈ പരിശുദ്ധാത്മാവ് സഹായിക്കും. ദാനിയേലിനെ സിംഹക്കുഴിയിൽ തീയുടെ നടുവിൽ തണവ് നൽകി നിർത്തിയത് ആര്? പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിന് എൻ്റെ പേഴ്സണൽ സഹനമായിക്കോട്ടെ, കുടുംബത്തിൻ്റെ സഹനമായിക്കോട്ടെ, ആ സഹനത്തിലും എന്നെ നിർത്താൻ പറ്റില്ലേ? പറ്റും. രോഗത്തിൻ്റെ സഹനമായിക്കോട്ടെ, അത് സ്വീകരിക്കാൻ പറ്റും. ആവശ്യമില്ലാത്ത സഹനത്തെ ഒഴിവാക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കും. ആവശ്യമുള്ള സഹനത്തെ സ്വീകരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി വിശുദ്ധി പ്രാപിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. ഇങ്ങനെ എല്ലാം കഴിവുള്ളൊരു പരിശുദ്ധാത്മാവിനെയാണ് നമ്മൾ നിർവീര്യമാക്കി വെച്ചിട്ട് ഉപയോഗിക്കാതെ ലോകത്തിൽ ഓടി നടക്കുക, മറ്റുള്ളവരുടെ അടുത്ത് ഓടി നടക്കുക. എൻ്റെ പ്രശ്നങ്ങൾ തീരണില്ല, എൻ്റെ മകളുടെ കല്യാണം നടക്കണില്ല, സാമ്പത്തിക മേഖല കെട്ടഴിയണില്ല, ജോലി ശരിയാവണില്ല, വിദേശത്തേക്ക് പോക്ക് നടക്കണില്ല, ഇതൊക്കെ പറഞ്ഞ് ലോകം മുഴുവൻ എല്ലാവരുടെ അടുത്തും നടക്കുക. നമ്മൾ എല്ലാ പ്രാർത്ഥന കേന്ദ്രങ്ങളിലേക്കും പോകുക. അതിനു മുൻപ് നീ ഒരു കാര്യം ചെയ്തു നോക്കി. നീ നിന്നോട് തന്നെ ഈ 3 കാര്യങ്ങൾ ജയിക്കാൻ പരിശ്രമിച്ചിട്ട് നീ എവിടെ വേണമെങ്കിലും പൊക്കോ, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. നിൻ്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കും. ഇന്ന് നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം സംഭവിക്കും. ഈ വചനമൊക്കെ ഇല്ലേ, അത് ജീവിക്കുന്ന വചനമാണ്, അതിന് ശക്തിയുണ്ട്. ഒരു ക്രിസ്ത്യാനിക്ക് അത് അനുഭവിക്കാൻ പറ്റണില്ല, മറ്റു മതത്തിലുള്ളവർ അത് അനുഭവിക്കുന്നു. അവരൊരു വചനത്തിൽ ആശ്രയിച്ച് അവരുടെ കാര്യങ്ങൾ നേടുന്നു. എന്നിട്ട് അവരുടെ സാക്ഷിയൊക്കെ നമ്മൾ കേട്ടിരിക്കും. എന്നിട്ടാണ് നമുക്ക് വിശ്വാസം വർദ്ധിക്കുന്നത്. ഇതൊക്കെ ഇൻബോണായി ലഭിച്ച ഒരു വ്യക്തിയാണ് ഒരു ക്രിസ്ത്യാനി. ജനിക്കുമ്പോൾ തന്നെ അവനിലേക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയതാ. എന്നിട്ടാണ് മറ്റുള്ളവരുടെ സാക്ഷ്യം കേട്ടിട്ട് നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മൾ ആ സ്ഥലത്തേക്ക് വരുന്നത്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിൻ്റെ ജീവിതത്തിൽ ദൈവം നിന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവ്, ആ ആത്മാവിനെ നശിപ്പിക്കാതെ മാത്രം നീ നോക്കിയാൽ മതി. ലോകസുഖങ്ങളോട് നീ വിട പറഞ്ഞാൽ മതി. ലോകസുഖങ്ങൾ വിട പറയുമ്പോൾ അത് ഉപേക്ഷിച്ച് കളയുക, അവിടെ നിന്ന് മാറി നിൽക്ക് എന്നല്ല ഞാൻ പറയണേ. അതിലും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തി നിൽക്കാനുള്ളൊരു കൃപ, റോമ 12:2 വചനത്തിൻ്റെ കൃപ. ഞാൻ ഉറപ്പാണ് പറയണേ, ആ വചനത്തിൻ്റെ കൃപ കിട്ടിയാൽ നമുക്ക് എല്ലാവരുടെ കൂടെ എല്ലാത്തിലും പോകാൻ പറ്റും. പക്ഷെ നമ്മൾ ഒന്നും ഏശാതെ അവിടെ നിന്ന് തിരിച്ചു പോരും. നിങ്ങൾ ചോദിച്ച് വാങ്ങുക.
ഈ വചനത്തിൻ്റെ അഭിഷേകം ചോദിച്ചു വാങ്ങുക. ഈ 3 ശത്രുക്കളെ ജയിക്കുക എന്ന് തീരുമാനിക്കുക. അതിനുവേണ്ടി പരിശ്രമിക്കുക. ഒരടി വെച്ച 10 അടി വെച്ച് നമ്മുടെ അടുത്തേക്ക് നടന്നു വരുന്നതാ നമ്മുടെ ദൈവം. അത്രയ്ക്കും കരുണാമയനാ നമ്മുടെ ദൈവം. എന്നിട്ട് എന്തേ ആ കരുണയൊന്നും വാങ്ങാത്തെ? എന്തേ ആ പരിശുദ്ധാത്മാവിനെ ഉപയോഗിച്ച് ജീവിക്കാത്തെ? ഈ ലോകത്തിൽ സന്തോഷമായിട്ട് ജീവിക്കാത്തെ? ഒരു ക്രിസ്ത്യാനിക്ക് ഏറ്റവും അവകാശപ്പെട്ടത് പറയുന്നില്ലേ, നിങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മധ്യ സന്നിഹിതനാകുന്ന വേറെ ഏത് ദൈവം അല്ലെങ്കിൽ വേറെ ഏത് ജനതയുള്ളേ? വേറെ ആരുമില്ല. സ്വന്തമാക്കപ്പെട്ടവരാ നമ്മൾ, തിരഞ്ഞെടുക്കപ്പെട്ടവരാ നമ്മൾ. ആ വിളിക്കനുസരിച്ച് വില കൊടുത്ത് ജീവിക്കുക. ആ വിലയ്ക്കനുസരിച്ചുള്ളൊരു ജീവിതം കാഴ്ചവെക്കുക.